DGCAയുടെ ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിരിക്കുകയാണ്. ഈ ബ്ലാക്ക് ബോക്സ് വീണ്ടെടുത്തിരിക്കുന്നു. അജിത് പവാറിന്റെ ഈ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുടെ മരണം, വിമാന അപകടത്തിനൊക്കെ തുടർന്നുള്ള മരണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വസ്തുത തന്നെയാണ്. പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും അവസാനം ഈ രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണമൊക്കെ ഇപ്പോൾ എന്തായിരുന്നു എന്നൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്താണ് അങ്ങേക്ക് ഇതിൽ പറയാനുള്ളത്? എന്ത് ദുരൂഹതയാണ് ഈ വിമാന അപകടത്തിലുള്ളത്? സത്യത്തില് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഇതിൽ ദുരൂഹതയൊന്നുമില്ല. അതായത് വിമാനത്തിലെ കുഴപ്പം തന്നെ ആയിരുന്നു. ആ വിമാനത്തിന്റെ കുഴപ്പം ഉള്ള ഒരു വിമാനം പറന്നുയരാൻ അനുവദിച്ച ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് അതുപോലെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം ഒരു വിമാനത്തിൽ ഒരു അതിപ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ കയറ്റിക്കൊണ്ടുപോയി അദ്ദേഹത്തിനെ കുരുതി കൊടുത്ത VSR വെഞ്ചേഴ്സ് എന്ന കമ്പനി, ഇവരുടെ അനാസ്ഥ, അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗം, അഴിമതി, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുടെ നഗ്നമായ ലംഘനം, ഇതാണ് അജിത് പവാറിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിൽ ഇപ്പോൾ വലിയ സംശയമൊന്നും ആർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ സിവിൽ ഏവിയേഷൻസ് മന്ത്രിയായിരിക്കുന്ന ആരാണ്, രാം മനോഹർ നായിഡു, അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് അദ്ദേഹത്തിൽ നിന്നും വിശദീകരണം ചോദിക്കേണ്ടതാണ്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്ത് തുടരാൻ അർഹനാണോ എന്നുകൂടെ നമ്മൾ സംശയിക്കണം. അതീവ ഗൗരവതരമായ വിഷയങ്ങളാണ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഇപ്പൊ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത് അത് ഡീകോഡ് ഒന്നും ചെയ്തിട്ടില്ല. ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു വിമാനാപകടത്തിന്റെ കാരണങ്ങൾ, അത് കുറച്ച് സമയമെടുക്കും. അതിനു മുമ്പ് തന്നെ വകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന നടത്തി, കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടാണ്. അവിടെ കാലാവസ്ഥയുടെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പം എങ്ങനെ ഇത്ര വേഗത്തിൽ വിമാനാപകടം നടന്നു ഉടനെ തന്നെ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസിനും അതുപോലെ വകുപ്പ് മന്ത്രിക്കുമൊക്കെ ഇത്തരം ഒരു പ്രസ്താവന നടത്താൻ പറ്റും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതില് ഈ DGCA എന്ന് പറയുന്ന ഓർഗനൈസേഷനും അതുപോലെ ഈ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള VSR ടെക്നോളജി വെഞ്ചേഴ്സും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അവിടെയാണ് ദുരൂഹതയുള്ളത്. അതായത് വിമാനം ഇതേ വിമാനം ഇവര് ഇന്നലെ പവാർ, ഈ കഴിഞ്ഞ ദിവസം പവാറിന്റെ അപകട മരണത്തിലേക്ക് നയിച്ചത് ഈ ബൊംബാർഡിയർ ലിയർജെറ്റ് 45 എന്ന വിമാനമാണ്. ബൊംബാർഡിയർ എന്നാണ് കമ്പനിയുടെ പേര്. കമ്പനി ഇറക്കുന്ന വിമാനമാണ് ലിയർജെറ്റ്. ആ ലിയർജെറ്റ് 45 അതേ തരത്തിലുള്ള ഒരു വിമാനം 2023 ബോംബെയിൽ തകർന്നു വീണു. അന്ന് തകർന്നു വീണപ്പോഴും അധികൃതർ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസിൽ നിന്നും ഇതേ മറുപടിയാണ് ഉണ്ടായത്, കാലാവസ്ഥയുടെ കുഴപ്പമാണ്. അങ്ങനെ കാലാവസ്ഥയുടെ കുഴപ്പമാണെന്ന് പറയുകയും എന്നാൽ ഇതുവരെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അതിൻ്റെയും റിപ്പോർട്ട് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇപ്പൊ എയർ ഇന്ത്യ AI-171 റിപ്പോർട്ട്, അപകട കാരണങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അതേപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. 2023 അപകടത്തിൽപ്പെട്ട ഇതേ കമ്പനിയുടെ ഇതേ ബ്രാൻഡിലുള്ള, അതായത് VSR ടെക്നോളജീസിന്റെ ബൊംബാർഡിയർ ലിയർജെറ്റ് 45 അതിന്റെ അപകട കാരണത്തെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതീവ ദുരൂഹമാണ് ഇതൊക്കെ. അത് മാത്രമല്ല, ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വിസിൽ ബ്ലോവർ ചില വിവരങ്ങൾ പ്രമുഖ പത്രപ്രവർത്തകയായ ബർക്കാദത്തിന് കൈമാറിയിരുന്നു. അപ്പൊ ബർക്കാദത്തിനോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ വിയോജിപ്പുണ്ട്. അവര് ബോംബെ ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്തതിൽ വിയോജിപ്പുണ്ടെങ്കിലും ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലയിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സ്കൂപ്പാണ്. ആ സ്കൂപ്പിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അവർക്ക് ഇപ്പോൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി രേഖാമൂലം, അതായത് എഴുതി കൊടുത്തിരിക്കുന്ന
കുറച്ച് കാരണങ്ങളുണ്ട്. ഈ VSR വെഞ്ചേഴ്സിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അത് അവർ പറയുന്നത്, ഒന്ന്, ഈ വിമാനത്തിൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഓഫ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് എല്ലാ നിയമങ്ങൾക്കും വിരുദ്ധമാണ്. അതായത് ഒരു അപകടമുണ്ടായാൽ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഓഫ് ചെയ്യും. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അത് ഓഫ് ചെയ്തിരിക്കും. അതാണ് ഒരു തെറ്റ് അവർ കാണിക്കുന്നത്. രണ്ടാമത്തേത്, ഈ FTTL റെഗുലേഷൻസ് എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിമാനത്തിലെ ജീവനക്കാർക്ക് കൊടുക്കേണ്ട റെസ്റ്റ് ടൈമിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതായത് ഒരു വിമാനത്തിലെ പൈലറ്റിന് നിശ്ചിത റെസ്റ്റ് ടൈം കൊടുത്തിരിക്കണം. കാരണം അയാളുടെ ശ്രദ്ധ ഒരല്പം തെറ്റിയാൽ മതി, അയാളുടെ ജീവൻ മാത്രമല്ല വിമാനത്തിലെ യാത്രക്കാരുടെയും എല്ലാ മനുഷ്യരുടെയും വിലയേറിയ ജീവൻ അപകടത്തിലാവും. അതിന് ഒരു നിശ്ചിത മണിക്കൂറുകൾ ഒരു പൈലറ്റ് ജോലി ചെയ്താൽ അവർക്ക് അത്രയും തന്നെ സമയം അല്ലെങ്കിൽ അടുത്ത ദിവസം അവർക്ക് റെസ്റ്റ് ടൈം ആയിരിക്കണം. പക്ഷേ ഈ കമ്പനി അത് പൂർണ്ണമായിട്ടും ലംഘിച്ചു. നമുക്കറിയാം, ഇൻഡിഗോ എയർലൈൻസ് ഈ വിഷയത്തിൽ എടുത്ത നിരുത്തരവാദപരമായ നിലപാടാണ് അവിടെ സമരം ഉണ്ടാകാനുള്ള കാരണം. ഇവിടെയും അതുതന്നെയാണ് ചെയ്യുന്നത്. അതായത് ഈ വിസിൽ ബ്ലോവർ പറഞ്ഞതനുസരിച്ച് ഒരു പൈലറ്റ് ഒരു ദിവസം 12 മണിക്കൂർ ജോലി ചെയ്തെങ്കിൽ അത് ഈ കമ്പനിയുടെ റെക്കോർഡുകൾ കാണുന്ന ഒരു ദിവസം 6 മണിക്കൂറായിട്ട് 2 ദിവസമാക്കി അത് കാണിക്കും. അതായത് 6 മണിക്കൂറാണ് ഒരു പൈലറ്റിന് ജോലി ചെയ്യാനുള്ള സമയം. അതേസമയം പല പൈലറ്റുമാരും ദിവസവും 12 മണിക്കൂർ ജോലി ചെയ്യുകയാണ്. അത് 2 ദിവസമാക്കി തെറ്റിച്ച് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കമ്പനി ചെയ്യുന്നത്. VSR വെഞ്ചേഴ്സ് അങ്ങനെ നിരവധി നിയമലംഘനങ്ങൾ നടത്തുന്ന ഒരു കമ്പനിയാണെന്നാണ് ആ വിസിൽ ബ്ലോവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിക്ക് യാതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും ഇല്ല. അതായത് ഓരോ കമ്പനിയും വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി, എത്ര മണിക്കൂർ ഫ്ലൈറ്റ് പറന്നു കഴിഞ്ഞാൽ അടുത്ത ഇന്ന ഭാഗങ്ങൾ വിമാനത്തിന്റെ ചെക്ക് ചെയ്തിരിക്കണം, ഇങ്ങനെ ഒക്കെയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഈ വിമാനം നിർമ്മിക്കുന്ന കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ചില മോഡിഫിക്കേഷനുകൾ വരുത്തിയിട്ട് വിമാന ഓപ്പറേറ്റർ അത് പുതിയൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇറക്കേണ്ടതാണ്. അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും ഇല്ലാതെയാണ് ഈ വിമാനം പറത്തിയത്. അതുപോലെ തന്നെ ഈ പൈലറ്റുമാരെയും വിമാന ക്രൂവിനെയും ട്രെയിൻ ചെയ്യുന്ന ബ്രിട്ടീഷ് ഏജൻസിയായ CA അവര് ഈ വിമാനത്തിന് അപകടം ഉണ്ടാകും എന്ന് പലതവണ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അതൊക്കെ തന്നെ പുച്ഛിച്ചു കളയുകയാണ് ഈ കമ്പനി ചെയ്തത്. അതായത് അതും മാത്രമല്ല, എല്ലാ വിമാനങ്ങളുടെയും ഒരു സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ആ സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലെ നിർദ്ദേശങ്ങളും പൂർണ്ണമായിട്ടും അവഗണിക്കുവാണ് ഈ കമ്പനി ചെയ്തത്. അതായത് ഈ കമ്പനി ഇനി ഓപ്പറേഷൻ നടത്താവോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ, നമ്മളും ചാർട്ടേഡ് വിമാനത്തിലൊന്നും പോകുന്ന ആൾക്കാരല്ല, നമ്മൾ സാധാരണ ഒരു എക്കണോമി ക്ലാസ്സിലൊക്കെ ഒരു ടിക്കറ്റ് എടുത്ത് പോകുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇത് ഞാൻ കേൾക്കുമ്പോൾ എത്ര വിലപിടിപ്പുള്ള ജീവനുകൾ ഒരു വിമാന ഓപ്പറേറ്റർ നഷ്ടപ്പെടുത്തുകയും എന്നിട്ട് ഒരു കാര്യവും സംഭവിക്കാതെ അയാൾ നേരെ നിൽക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. എന്താണ് ചോദിച്ചോളൂ സാർ. ഇപ്പം ഇതിൽ എന്താണ് ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുച്ഛിച്ചു കളഞ്ഞു? അതൊന്നും പരിഗണനയിൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ദുരൂഹതയുടെ ചില സംഭവങ്ങൾ തന്നെയാണ്. ഇല്ല, അതിലൊരു ദുരൂഹതയും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞതാണ്, അതിൽ ദുരൂഹതയില്ല. കാരണം DGCAയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ, അവരാണ് ഈ വിമാനങ്ങൾ മുഴുവൻ പരിശോധിച്ച് സർട്ടിഫിക്കേഷൻ നടത്തേണ്ടത്. അവർ ഈ കമ്പനിയിൽ നിന്നും വൻതോതിൽ പണം കൈപ്പറ്റിയതായിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ദുരൂഹതയില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ദുരൂഹതയില്ലെന്ന്. അഴിമതി, അതായത് എല്ലാ ലംഘനങ്ങളും ഈ കമ്പനി നടത്തിയത് ഈ പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് സുഹൈൽ സേത്ത് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനും കൺസൾട്ടന്റും ഒക്കെയാണ്. അദ്ദേഹം ആ പേര് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. സുഹൈൽ സേത്തിന്റെ തലയിൽ വെക്കുകയാണ് ഞാൻ. എൻ്റെ കയ്യിൽ അവരെ കൊടുക്കാനുള്ള യാതൊരു തെളിവുമില്ല. ശ്വേതാ സിംഗ് എന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ് സുഹൈൽ സേത്ത് പേരെടുത്ത് അയാളുടെ ട്വിറ്റർ അക്കൗണ്ടിലും എല്ലാത്തിലും തന്നെ പേരെടുത്ത് അവരുടെ അഴിമതി കാരണമാണ് ഈ കമ്പനി ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. ചോദിച്ചോളൂ. ഇതിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള സുമീത് കപൂർ, യഥാർത്ഥത്തിൽ അദ്ദേഹം ആയിരുന്നില്ല ഈ ഫ്ലൈറ്റ് പറത്തേണ്ടത്
ഏതാനും ജസ്റ്റ് ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചത്. ഇതിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ഈ സുമിത് കപൂറിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുന്നുണ്ട്. എന്താണ് അതിലൊരു അല്ല, അതാണ് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞത്. അന്താരാഷ്ട്ര FTTLന്റെ നിർദ്ദേശം അനുസരിച്ച്, റെഗുലേഷൻസ് അനുസരിച്ച് ഒരു പൈലറ്റ് നിശ്ചിത മണിക്കൂർ ജോലി ചെയ്താൽ അദ്ദേഹത്തിന് അത്ര തന്നെ സമയം ഒഴിവ് കൊടുക്കേണ്ടതുണ്ട്. ഈ ഇപ്പോൾ ഗൗതം പറഞ്ഞ പേരുണ്ടല്ലോ, കപൂർ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? സുമിത് കപൂർ അല്ലേ? സുമിത് കപൂർ ഇതിനു മുമ്പ് ഇദ്ദേഹം തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് തിരികെ പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് കോള് വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല, ആ ചട്ടങ്ങൾ ലംഘിച്ചതിലാണ് പ്രശ്നം. സുമിത് കപൂർ എന്ന വ്യക്തിയല്ല പ്രശ്നം. ഇവിടെ നടക്കുന്ന നിരന്തരമായ നിയമലംഘനങ്ങൾ, അതായത് ഒരു പൈലറ്റ് ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ അയാൾക്ക് ഇത്ര മണിക്കൂർ ലീവ് കൊടുക്കണം എന്നുള്ള ആ ഒരു നിയമം ലംഘിച്ചു. അത് ഏറ്റവും ഒടുവിൽ ലംഘിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ടു. അത്രയേ ഉള്ളൂ. സുമിത് കപൂറിന് മുമ്പും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് അന്നൊന്നും അപകടമുണ്ടായില്ല. ഇതിലിപ്പം ഈ വിക്കിപീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇദ്ദേഹം 28-ാം തീയതിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുന്നതിന് ഏതാണ് 21 മണിക്കൂർ മുമ്പ് തന്നെ വിക്കിപീഡിയയിൽ അപ്ഡേഷൻ വരുന്നു, ഈ അജിത് പവാർ ഇന്നേ ദിവസം ഇന്നേ തീയതി മരണപ്പെട്ടിരിക്കുന്നു എന്ന്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതെനിക്കറിഞ്ഞൂടാ. വിക്കിപീഡിയയിൽ എന്നാണ് വന്നത്? അത് ഈ അപകടം നടക്കുന്നത് 28-ാം തീയതിയാണ്. പക്ഷേ ഇതിന് 21 മണിക്കൂർ മുമ്പ് തന്നെ അപ്ഡേഷൻ വരുന്നു. അല്ല, വിക്കിപീഡിയയിൽ അജിത് പവാറിന്റെ പേജ് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ ഇപ്പം പ്രചരിക്കപ്പെടുന്നുണ്ട്. അപ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അല്ല, അവിടെ ഗൗതം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഫേക്ക് ആണ്, അത് ഫേക്ക് ആയിട്ട് അത് തീർച്ചയായിട്ടും ഒരു ഫേക്ക് ചെയ്തായിരിക്കും. കാരണം അജിത് പവാറിന്റെ കുടുംബം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പൊ അറിയാമല്ലോ, അജിത് പവാറിന്റെ ഭാര്യയാണ് അടുത്ത ഉപമുഖ്യമന്ത്രി ആകാൻ പോകുന്നത്. ശരത് പവാറിന്റെ കുടുംബവും അജിത് പവാറിന്റെ പാർട്ടിയിൽ ലയിക്കുകയാണ്. നമ്മളെല്ലാവരും വിചാരിച്ചതിന് വിരുദ്ധമായിട്ട് അജിത് പവാറിന്റെ കൂട്ടത്തിലേക്ക് വരികയാണ്. സുപ്രിയ സുലെ കേന്ദ്രമന്ത്രിയാകാൻ പോവുകയാണ്. അങ്ങനെ ഒരു ആരോപണമൊന്നും അവരാരും ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഗൗതം പറയുമ്പോഴാണ് ഞാൻ അത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിവിടെ കേരളത്തിൽ വല്ലവരും ചെയ്തതാണോ എന്ന് എനിക്കറിയാം. ഇതൊക്കെ ഇവിടെ ഇപ്പൊ എന്ത് നടന്നാലും അതിന് വല്ലാത്ത ഒരു നിറം കൊടുക്കാനായിട്ട് ഇവിടെ കുറെ ആൾക്കാരുണ്ട്. അതൊന്നും ഞാൻ ഗൗരവമായിട്ട്, കാരണം ഇതിപ്പോ ഇത്തരം ആരോപണങ്ങൾ നമ്മുടെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും നമ്മൾ ആ പ്രതികളെ രക്ഷിക്കാനാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിലെ വളരെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി നിയമം ലംഘിച്ചു. അതിനപ്പുറത്തൊരു ആരോപണമില്ല. ആ കമ്പനി അവിടുന്ന് ഒരു വിസിൽ ബ്ലോവറാണ്. ഞാനിപ്പോ 4-5 കാരണങ്ങൾ പറഞ്ഞു. ഇത് ചുമ്മാതെ ഈ കാടടച്ച് വെടിവെക്കുന്ന ആൾക്കാരുണ്ട്. ആ കാടടച്ച് വെടിവെക്കുന്നവർ യഥാർത്ഥത്തിൽ കുറ്റവാളികളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറ്റവാളികളുടെ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടാണോ ഈ ചെയ്യുന്നതെന്നും എനിക്കറിയാം. ഇപ്പൊ ആവശ്യമില്ലാത്തവരുടെ നേരെ വേണമെങ്കിൽ നാളെ പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അപകടത്തിന് പിന്നിലെന്ന് പറയാം, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ പറയാം. അങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ ഒരു ഗൂഢലക്ഷ്യം. ആ ലക്ഷ്യം എന്ന് പറയുന്നത് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കുകയും, കാരണം ഇവരാരും അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരന്വേഷണത്തിലും അത് അങ്ങനെ വരില്ല. അങ്ങനെ ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ടോ? ഇപ്പം എന്താണ് ഇതാരാ ഉന്നയിച്ചേ? അല്ല, എനിക്ക് ഗൗതത്തിനോട് ചോദിക്കാനുള്ള ഈ ആരോപണം ആരാണ് ഉന്നയിച്ചത്? പേര് പറ. ഈ ഒരു വിക്കിപീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇപ്പം സമൂഹ മാധ്യമങ്ങളുടെ ട്വിറ്ററിലൊക്കെ അല്ല സമൂഹ മാധ്യമ കേശവൻ പറഞ്ഞു, രാഘവൻ പറഞ്ഞു, ശ്രീലങ്കയിൽ ഒരു കുട്ടി പറഞ്ഞു, ന്യൂഡൽഹിയിൽ വേറൊരു അച്ഛൻ പറഞ്ഞു. അങ്ങനൊന്നും അല്ല പറയേണ്ടത്. കൃത്യമായിട്ട് ആര് എപ്പോൾ എവിടെ. അല്ല, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ആ സ്ക്രീൻഷോട്ട് അങ്ങേക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ അത് വേണ്ട. എനിക്ക് സ്ക്രീൻഷോട്ടിൽ ഒരു കാര്യം പറഞ്ഞ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. ഉത്തരവാദിത്തത്തോടെ സ്ക്രീൻഷോട്ട് ആർക്കും ഉണ്ടാക്കാം. ഉത്തരവാദിത്തത്തോടെ തീർച്ചയായിട്ടും ഒരാൾ കൃത്യമായി സ്ക്രീൻഷോട്ട് ആർക്കും ഉണ്ടാക്കാം. ഉത്തരവാദിത്തത്തോടെ ഒരാൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണം. പേരും
പിന്നെ അയാളുടെ അതാണ് കാരണങ്ങളും എല്ലാം വെച്ച് അയാൾക്ക് ഈ അങ്ങനെയെങ്കിൽ വീഡിയോ മാത്രമേ നമുക്കത് ഈ വിശ്വസിക്കാൻ. വീഡിയോന്റെ ഒപ്പം ആ സ്ക്രീൻഷോട്ട് ചേർക്കുന്നതാണ് സാർ. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവരാണ് ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പൊ എയർ ഇന്ത്യ ജൂണിൽ സംഭവിച്ച വിമാന ദുരന്തം, അതും അതിന്റെ അന്വേഷണവും അതിന്റെ പ്രിലിമിനറി അന്വേഷണവും ഇവരായിരുന്നു നടത്തിയിരുന്നത്. അന്നൊക്കെ ഒരുപാട് ആരോപണം ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇവര് അന്വേഷണം നടത്തുന്നത് കൃത്യമല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ തന്നെ അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൺക്ലൂഷൻ, എന്തുകൊണ്ട് അപകടം സംഭവിച്ചു എന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അപ്പൊ അവര് തന്നെ ഈ ഒരു അന്വേഷണം ഇപ്പൊ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ നമുക്ക് ലഭിക്കും എന്ന് കരുതാൻ വേണ്ടി സാധിക്കുമോ? ഒപ്പം അങ്ങ് ഈ പറഞ്ഞ പോലുള്ള അഴിമതി നടത്തി എന്നാണല്ലോ പറയുന്നത്, അവർക്കൊക്കെ എതിരെ കടുത്ത ശിക്ഷ നമ്മുടെ സർക്കാർ കൊടുക്കുമെന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, ഞാൻ അതാണല്ലോ ഗൗതത്തിനോട് പറഞ്ഞത്. അതായത് ഇതേ കമ്പനിയുടെ ഒരു ബൊംബാർഡിയർ വിമാനം 2023 അതായത് BSR വെഞ്ചേഴ്സിന്റെ ഒരു വിമാനം മുംബൈയിൽ വെച്ച് തകർന്നു വീണിരുന്നു. അന്നും ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം തുടങ്ങി. ഇതുവരെയും അന്വേഷണം തീർന്നിട്ടില്ല. തീർച്ചയായിട്ടും എനിക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല. വകുപ്പ് മന്ത്രി ഇതിനകത്തിൽ കൃത്യമായ വകുപ്പ് മന്ത്രിയുടെ നിലപാട് ദുരൂഹമാണെന്ന് തന്നെയാണ്. അതായത് വ്യോമയാന വകുപ്പിന്റെ വകുപ്പ്, അത് ഞാൻ ആദ്യമേ തന്നെ അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞത്, രാമമോഹൻ നായിഡു. എനിക്ക് കൃത്യമായിട്ട് ഞാൻ പേര് നോക്കി ഗൂഗിളില്, അപ്പോൾ അറിയാം. അപ്പോൾ ആ ഇപ്പോഴത്തെ നമ്മുടെ മിനിസ്റ്റർ ഫോർ സിവിൽ ഏവിയേഷൻ, തീർച്ചയായിട്ടും അദ്ദേഹം ഹി ജംപ് ദ ഗൺ, ഇംഗ്ലീഷിൽ പറയും ഒരു ജംപ് ദ ഗൺ എന്ന് പറയാം. അതായത് ഈ കാര്യം അറിയുന്നതിന് മുമ്പേ കിടന്നുകൊണ്ട് എടുത്തു ചാടി. അപ്പോൾ അത് ദുരൂഹമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം സംശയത്തിന്റെ നിഴലിലാണ്. അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു പിന്നെ സംഘടനയാണ്. അവരുടെ റോളും ഇതിനകത്തിൽ പിന്നെ സംശുദ്ധമല്ല. ഈ പറയുന്ന AIB ആണ് ഏത് ആക്സിഡന്റ് നടന്നാലും നിയമപരമായിട്ട് അവർക്കാണ് ഇത് അന്വേഷിക്കാനുള്ള അർഹത. പക്ഷെ അങ്ങനെ നിയമപരമായിട്ട് അന്വേഷിക്കാൻ അർഹതയുള്ള ഒരു ഏജൻസി അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ഗൗതത്തിനോട് പറഞ്ഞത്, അത്തരം സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു സ്ക്രീൻഷോട്ട് എവിടെയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതല്ല അതിനകത്തിലെ വിഷയം എന്ന് പറയുന്നത് ഈ നിയമലംഘനങ്ങൾ. അതായത് ഒരു വിമാനം പറത്തണമെങ്കിൽ ആ പൈലറ്റിന് നിശ്ചിത മണിക്കൂർ അദ്ദേഹത്തിന്റെ ക്ഷീണം മാറ്റാനായിട്ട് വിശ്രമം ആവശ്യമാണ്. അത് പാലിച്ചിരിക്കണം. അതിന് പൈലറ്റ് ഫാറ്റീഗ് എന്നാണ് പറയുന്നത്. ഈ പൈലറ്റ് ഫാറ്റീഗ് ഉണ്ടായി കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസികളൊക്കെ ഈ പറയുന്ന 6 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു പൈലറ്റ് ഒരു ദിവസമെങ്കിലും അദ്ദേഹം റെസ്റ്റ് എടുത്തിരിക്കണമെന്ന് പറയുന്നത്. അതിനു പകരം ആ റെക്കോർഡുകളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഈ കമ്പനി ചെയ്യുന്നത്. ഒരാള് 12 മണിക്കൂർ ജോലി എടുത്തു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് 2 ദിവസമായിട്ടാണ്. തീർച്ചയായിട്ടും സാർ. അപ്പം സാർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഈ വിഷയത്തെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വിശ്വാസയോഗ്യമാണ് എന്ന് കരുതി പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ആ കാര്യമാണ് ഞാൻ ചോദിച്ചത്. പലരും ഈ കാര്യം സത്യസന്ധമാണ് എന്ന് കരുതിയിട്ടൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി കൂടിയാണ് സാറ് നൽകിയത്. ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളെ പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യമൊന്നുമായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ പിന്നെ വിമാന ഓപ്പറേറ്റർ നിയമങ്ങളെല്ലാം അനുസരിച്ചാണോ കമ്പനി വിമാനം പറത്തിയിരുന്നത്? ഇയാൾക്ക് ഇതുപോലൊരു അപകടം ഉണ്ടാക്കിയ ഈ കമ്പനിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്തുകൊണ്ടാണ് അവർക്ക് ഇതുപോലൊരു വിമാനം പറത്താൻ അനുമതി കൊടുത്തത്? ഇതിനു മുമ്പ് ഇതുപോലൊരു അപകടം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ആ അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഇതുവരെ സമർപ്പിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ളവർക്ക് ശിക്ഷ കൊടുക്കാതിരുന്നത്? ആരാണ് ഈ വിമാനങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്തത്? അങ്ങനെയുള്ള ഒരു പണം വാങ്ങിച്ചുകൊണ്ടാണോ ഇൻസ്പെക്ട് ചെയ്യുന്നത്? ഇതിൽ പിന്നെ വകുപ്പ് മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹത്തിന് അറിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം നടപടി എടുക്കാത്തത്? ഇങ്ങനെയുള്ള അതീവ ഗൗരവമായ ചോദ്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ആവശ്യമില്ലാത്ത ഡൈവർഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പലർക്കും ആവശ്യം എന്ന് പറയുന്ന ഈ വിമാന കമ്പനിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള
ഒരു കമ്പനിയാണ്. കള്ളപ്പണം, ഒരുപക്ഷെ കള്ളപ്പണമായിരിക്കാം ഇതിലേക്കൊക്കെ വരുന്നത്. അവരെ രക്ഷിക്കാൻ വേണ്ടി പവാറിനെ കൊല്ലാൻ ഒരു ഗൂഢാലോചന നടന്നു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ജനശ്രദ്ധ പോകും, ആ ഗൂഢാലോചനയിലേക്ക് പോകും. പവാറിന്റെ കുടുംബത്തിന് ഇല്ലാത്ത ആശങ്ക, പവാറിന്റെ കുടുംബത്തിനോ പവാർ, അതായത് ശരത് പവാറിനെ പോലൊരു രാഷ്ട്രീയ താപ്പാനയ്ക്കില്ലാത്ത സംശയം ആർക്കാണ് ഉണ്ടാകുന്നത്? പേരും നാളും ഇല്ലാത്ത ആൾക്കാരുടെ പറയുന്നത് പവാറിന്റെ ഈ മരണത്തിന് പിന്നിൽ, ഈ വിമാന ദുരന്തത്തിന് പിന്നിൽ വിമാന കമ്പനിയുടെ അനാസ്ഥയാണ് എന്നാണല്ലേ? തീർച്ചയായിട്ടും വിമാന കമ്പനിക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കൈകഴിയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു സംശയവും വേണ്ട അതിനകത്തില്. കാരണം സമാനമായ ഒരു അപകടം അവരുടെ ഇതേ കാറ്റഗറിയിൽ ഒരു വിമാനം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ വിമാനം പറന്നു? വിമാനത്തിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ വന്നു. വിമാന കമ്പനിയുടെ ഒരു വസ്തുതാപരമായ വിശദീകരണം വന്നിട്ടില്ല. ഇതൊക്കെ അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്തിലുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ശരി, കേന്ദ്ര സർക്കാർ ഇടപെട്ട്, ഞാൻ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ PMO ഇതിനകത്ത് ഇടപെട്ട് കൃത്യമായ അവർ അന്വേഷണം ഉറപ്പുവരുത്തുകയും ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസിനെ കുറിച്ച് സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അവമതിപ്പും അതുപോലെ സംശയങ്ങളും പിന്നെ ദൂരീകരിക്കാനും അതിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനും ഉള്ള അടിയന്തര നടപടികൾ ഉണ്ടാവട്ടെ. ഞാൻ ഒരു ലൈനും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ 2000 തൊട്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള വിമാനാപകടങ്ങൾ എടുത്തു നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും, ഇപ്പൊ ഞാൻ GMC ബാലയോഗി നമ്മുടെ സ്പീക്കറായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതുപോലൊരു അപകടത്തെ ഏവിയേഷൻ ആക്സിഡന്റിലാണ്. അതുപോലെ YS രാജശേഖർ റെഡ്ഡി, കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു YS രാജശേഖർ റെഡ്ഡി. അന്ന് ആന്ധ്രാപ്രദേശ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ അപകടം ഇപ്പോഴും ദുരൂഹമാണ്. പിന്നെ നമ്മുടെ CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ചീഫ്, അദ്ദേഹത്തിന്റെ മരണം, എന്തിന് ഏറ്റവും ഒടുവിലെ AI-171. നിരന്തരമായിട്ട് ഇന്ത്യയിൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വ്യോമയാന രംഗം വളരെ ആശങ്കയിലാണ്. നമ്മുടെ വ്യോമയാന രംഗത്തെ ഒരുപാട് നല്ല നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. സൂപ്പർ സുഖോയി ഒക്കെ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടുള്ള യാത്രാ വിമാനങ്ങൾ എംബ്രായറും അതുപോലെ സൂപ്പർ സുഖോയി ജെറ്റ് 100ഉം ഒക്കെ നിർമ്മിക്കാൻ നമ്മൾ പോവുകയാണ്. എന്തായാലും ശരി, നമ്മുടെ വ്യോമയാന രംഗത്തെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ മുൻകൈയെടുത്ത് ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്.